കച്ചവടമൊക്കെ എങ്ങനെ പോകുന്നു? കച്ചവടം ഭയങ്കര മോശം ഉസ്താദെ. 1.5 മാസമായിട്ട് കച്ചവടമില്ല. ഞാൻ ഉസ്താദിനെ കാണാൻ വരാൻ വേണ്ടി ഇരുന്നതാ. ഉസ്താദിനോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ഉസ്താദെ, നമുക്ക് അവിടെ ഇരുന്ന് സംസാരിക്കാം. ശരി ശരി വന്നോ. പേരെന്താന്നാ പറഞ്ഞേ? എന്റെ പേര് ആനിയെന്ന്. എപ്പോൾ മുതലായി കച്ചവടം കുറഞ്ഞത്? നേരത്തെ കച്ചവടം ഉണ്ടായിരുന്നല്ലോ. 1.5-2 മാസത്തോളമായി കച്ചവടം തീരെ മോശമാണ്. എന്താണെന്ന് അറിയില്ല ഉസ്താദെ. എനിക്ക് എന്തെങ്കിലും ഒന്ന് സഹായം ചെയ്തതാ ഉസ്താദെ. ഒരു തകിട, ഒരു നൂല ജപിച്ച് എനിക്ക് കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാൻ പോലും പൈസ കിട്ടുന്നില്ല എനിക്ക് ഇവിടെ നിന്ന്. എന്തെങ്കിലും ഒന്ന് ചെയ്തതാ ഉസ്താദെ. ഉസ്താദെ, എനിക്കൊരു ചെറുതൊന്ന് മന്ത്രിച്ചതാ ഉസ്താദെ. ഒരു നിവർത്തിയില്ലാട്ടോ ഞാൻ ഉസ്താദിനെ കാണാനായിട്ട് വരാനിരുന്നതാണ്. ഉസ്താദ് നേരെ വന്നു. അതെ, ഒത്തിരി ഓട്ടോറിക്ഷക്കാർക്കൊക്കെ ഉസ്താദ് ചെയ്തു കൊടുത്തിട്ടുണ്ടല്ലോ. എനിക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്തതാ. നമ്മുടെ പേരെന്താന്നാ പറഞ്ഞ മറന്നു? ആനി. മോളെ ആനി, കച്ചവടം കൂട്ടാൻ മന്ത്രമല്ല വേണ്ടത്, തന്ത്രമാണ്. പറഞ്ഞു തരട്ടെ? ഇത് പനമ്പള്ളി നഗറാണ്. എറണാകുളത്തിൻ്റെ സിറ്റിയാണിത്. ഇവിടെ കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളമുള്ള സ്ഥലങ്ങളിൽ നിന്നും നിസ്സാര ശമ്പളത്തിന് ജോലി ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ, പിന്നെ ഇവിടെ ഹോസ്റ്റലുകൾ താമസിക്കുന്ന കുഞ്ഞുങ്ങൾ, അവർ ആഴ്ചയിൽ 7 ദിവസവും പരിപ്പും ചോറും മാത്രം കഴിക്കുന്ന ആൾക്കാർ. അവരെ കണ്ടാൽ സിംഹന്മാരും കോട്ടും സൂട്ടും ഒക്കെ ഇട്ട് നടക്കുമെങ്കിലും ഒരു ബീഫ് ഫ്രൈ 150 രൂപയ്ക്ക് കഴിക്കാൻ പാങ്ങില്ലാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. അവർക്കിപ്പം നമ്മൾ ചെയ്യേണ്ട കാര്യം 50 രൂപയ്ക്ക് ബീഫ് ഫ്രൈ. അങ്ങനെ കുറച്ചു കൊടുത്താൽ മുതലാവും ഉസ്താദേ. 50 രൂപയ്ക്ക് കോഴി വറുത്തത്, 8 രൂപയ്ക്ക് പൊറോട്ട, പിന്നെ അതിൻ്റെ കൂടെ വേണമെങ്കിൽ നമുക്ക് കുറച്ച് ബീഫിൻ്റെ ചാറ് കുറച്ച് കൊടുത്താൽ മതി. ആനേ, ഒരു ബീഫ് ഫ്രൈക്ക് 150 രൂപയാണ്. അത് 150 രൂപയുടെ ബീഫ് ഫ്രൈയുടെ അത്രയും കൊടുക്കണ്ട, അതിൻ്റെ ഒരു 1/3 കൊടുത്താൽ പോരെ 50 രൂപയ്ക്ക്. പാവത്തുങ്ങൾക്ക് അവരുടെ രുചിയും കിട്ടും. അങ്ങനെ അവർക്ക് ബീഫ് കഴിക്കാനുള്ള ആഗ്രഹം മാറും. അങ്ങനെ കൊടുത്ത് ഇവിടെ പനമ്പള്ളി നഗറിൽ നമ്മുടെ ആനയുടെ കട എന്ന് പറഞ്ഞ് അന്വേഷിച്ചും കൂടുതൽ കച്ചവടം, കുറഞ്ഞ ലാഭം. പാവത്തുങ്ങൾ തിന്നിട്ട് പോയിട്ട് അവര് പോയി എല്ലാവരുടെ പറയും പനമ്പള്ളി നഗർ ആനയുടെ കടയിൽ 50 രൂപയുള്ളൂ ബീഫ്. എല്ലാവരും വരും ബീഫ് കഴിക്കാൻ. അതുപോലെ തന്നെ ഒരു ബംഗാളി എന്നിട്ട് പൊറോട്ട അടിച്ചടിച്ച് അങ്ങ് കൂട്ടണം, കുറച്ച് ബീഫിൻ്റെ ചാറും വയ്ക്കണം. പാവത്തുങ്ങളല്ല, അവർക്കൊരു 3 പൊറോട്ടയും ഒരു ബീഫിൻ്റെ ചാറും കൊടുക്കുക. കൂടുതൽ പൊറോട്ട അടിക്കുക. ബംഗാളിക്ക് പൈസ കൊടുത്താൽ പോരെ. ആനയ്ക്ക് ഒരിക്കലും നഷ്ടം വരത്തില്ല. ഇതൊരു പുണ്യപ്രവൃത്തി കൂടാണ്. ഭക്ഷണം കൊടുക്കുക എന്നുള്ളത് കച്ചവടം മാത്രമല്ല, അത് ദൈവത്തിൻ്റെ കയ്യിൽ നിന്നൊരു അനുഗ്രഹം കിട്ടുന്നതാണ്. 50 രൂപയുടെ ബീഫ് ഫ്രൈ, 50 രൂപയുടെ കോഴി ഫ്രൈ, പൊറോട്ടക്ക് ചാറ് ഫ്രീ. ഇത് പനമ്പള്ളി നഗറല്ലേ, കൊച്ചി പഴയ കൊച്ചിയല്ല എന്ന് പറയുന്നത് പോലെ പനമ്പള്ളി നഗർ പഴയ പനമ്പള്ളി നഗറല്ല. ഇവിടെ എല്ലാ ഫ്ലാറ്റുകളിലും ആൾക്കാർ താമസിക്കുന്നുണ്ട്, കുഞ്ഞുങ്ങൾ താമസിക്കുന്നുണ്ട്, പണമുള്ളവരുണ്ട്, പണമില്ലാത്തവർ ഒരുപാട് ആൾക്കാരുണ്ട്. നമ്മുടെ നാട്ടുകളിൽ നിന്നൊക്കെ ഇവിടെ വന്നിട്ട് ഹോസ്റ്റലിൽ താമസിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്. അവർക്ക് ഈ പറഞ്ഞ പോലെ 50 രൂപയ്ക്ക് ഒന്നും ബീഫ് ഫ്രൈ ഇല്ല. അവർക്ക് 150 രൂപയ്ക്ക് ഒരു ബീഫ് ഫ്രൈ കഴിക്കാൻ പാങ്ങില്ലാത്തവരാണ് കേട്ടോ. ഉസ്താദ് പറയുമ്പോൾ ഞാൻ ചെയ്യാം, പക്ഷെ എനിക്ക് കച്ചവടം കിട്ടണം ഉസ്താദെ. കച്ചവടം കിട്ടും, യാതൊരു സംശയവുമില്ല. അല്ലാതെ മന്ത്രമല്ല വേണ്ടത്, തന്ത്രമാണ്. തന്ത്രം. റഷീദിന്റെ ഉസ്താദ് തകിട് ജപിച്ചു കൊടുത്തതല്ലേ, അതേപോലെ എനിക്ക് ഒരെണ്ണം താ. ഇതെല്ലാവരും റഷീദിന്റെ കാര്യമാണ് എന്നോട് ചോദിക്കുന്നത് സഹോദരി. റഷീദ് എന്താണ് ചെയ്തതെന്ന് ഞാൻ അന്ന് തന്നെ പറഞ്ഞു. ഒരിക്കൽ കൂടി ഞാൻ പറയാം. അവനെ വയൽ വരമ്പത്ത് കൊക്കിനിരിക്കുന്ന കൊക്കിനെ കണ്ടിട്ടുണ്ടോ? വയൽ വരമ്പത്ത് കൊക്ക്
മീനെ കൊത്താനിരിക്കുന്നത് പോലെ അവൻ്റെ മൊബൈൽ അവനിങ്ങനെ ഓൺ ചെയ്യും. ഓൺ ചെയ്ത് വെച്ചിട്ട് നോക്കുകയാണ് ഏതാണ് വരുന്നത്. റാപ്പിഡോ ആണോ, യൂബറാണോ, യാത്രയാണോ വരുന്നത്. ഏത് വന്നാലും അവൻ ആദ്യം കൊത്തിയെടുക്കും. എന്നിട്ട് ഓട്ടത്തോടോട്ടമാണ്, എന്നും നോക്കാറില്ല. പിന്നെയും കുത്തും. നെഹ്റു ട്രോഫിക്ക് വള്ളം വരുന്ന പോലെ ട്രാക്കിൽ ഏതാണ് വരുന്നത്, യാത്രയാണോ, യൂബറാണോ, അല്ലെങ്കിൽ ഏതാ വരുന്നത് അവനാ അപ്പം തന്നെ കൊത്തിയെടുത്തുകൊണ്ട് പോകും. അവൻ റെസ്റ്റില്ല. അവൻ അങ്ങനെ രക്ഷപ്പെട്ട് പണിയെടുത്തിട്ട് അവൻ രക്ഷപ്പെട്ടത്. പിന്നെ മറ്റേ അവൻ്റെ കാര്യം പറഞ്ഞില്ല, മറ്റേ സുബൈർ പണിക്കള്ളനാണ്. അവന് ഞാൻ പണിയെടുക്കാൻ പറഞ്ഞിട്ടുണ്ട്, പണിയെടുത്തെന്നാ ഞാൻ അറിയുന്നത്. എന്തായാലും ഉസ്താദേ, എനിക്കൊരു സഹായം ചെയ്തു തന്നെ. എൻ്റെ കുടുംബം നന്നാക്കി തരണം. എൻ്റെ കടയിൽ എന്തെങ്കിലും ചെയ്ത് തരണം. ഇതേ ഉള്ളൂ മാർഗം, ഇതേ ഉള്ളൂ. ഒന്നും ചെയ്യണ്ട, ഈ പറഞ്ഞ പോലെ ചെയ്യുക. കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ഇസ് അവർ മോട്ടോ എന്നാ പറയുന്നത്. അതായത് ഭക്ഷണം കഴിക്കാൻ വരുന്നവൻ്റെ സംതൃപ്തി, അതാണ് നമ്മുടെ വിജയം. 50 രൂപയ്ക്ക് ബീഫ് ഫ്രൈ, 50 രൂപയ്ക്ക് കോഴിക്കറി കൊടുത്താണ്ടല്ലോ. ആനയുടെ കട പനമ്പിള്ളേറിൽ എവിടാന്ന് ചോദിച്ചാൽ ആൾക്കാർ വരും. പിന്നെ ഒരു 5 മണിക്കൂർ പൊറോട്ടയും ഇതും അടിച്ച് കൊടുക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു പൊതുസമ്മേളനത്തിൻ്റെ ആൾ വരും. എന്നിട്ട് ഞാൻ നോക്കാം. കഷ്ടപ്പെടാനെല്ലാം തയ്യാറാണ്. പക്ഷെ ഈ ഒരു 2 മാസമായിട്ട് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടും വിഷമമൊക്കെയാണ്. കച്ചവടം ഇല്ലാത്തതാണ്. അത് മഴയും വെള്ളവും ഒക്കെ എല്ലാവരും. അതല്ല ഉസ്താദ്, എനിക്കൊരുവിധം കച്ചവടം കടയിൽ ഉണ്ടായിരുന്നു. ഇനിയും വരും, കച്ചവടം വരും. ഇങ്ങനെ ചെയ്യും. ഉസ്താദ് എന്തായാലും ഒന്ന് സഹായിക്കണം. ചെയ്യാം. ഞാൻ ഉസ്താദ് പറയുന്ന പോലെ ചെയ്തോളാം. എല്ലാം ചെയ്യാം. എല്ലാം ദൈവം ശരിയാക്കി. ശരി ഉസ്താദ്. ഈ ഭക്ഷണം ഞാൻ നേരത്തെ പറഞ്ഞു, സഹോദരൻ ചെയ്യുന്ന ഒരു കച്ചവടം മാത്രമല്ല, വിശക്കുന്നതിന് ഭക്ഷണം കൊടുക്കുന്ന ഒരു സേവനം കൂടാണ്. അത് ദൈവം അതിൻ്റെ ഉള്ള ബർക്കത്ത് തരും. മനസ്സിലായോ? വിഷമിക്കണം. ശരി, ഞാൻ പൊക്കോട്ടെ. ഉസ്താദ് എന്ത് പറഞ്ഞാലും എനിക്കൊന്ന് രക്ഷപ്പെടണം കേട്ടോ. അത് വിഷമിക്കണ്ട, എല്ലാം റെഡിയാവും. എല്ലാം ശരിയാണ്. വേണ്ട, ഞാൻ വരാം. ശരിയാണ്.